നമ്മളുടെ പാരൻസ് എന്നൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നൊരു ജനറ്റിക് ഡിസീസാണ് ഈ ന്യൂറോഫൈബ്രോമറ്റോസിസ്. ഒരു കുട്ടി ഓൾറെഡി അവർ കല്യാണം ജസ്റ്റ് 19 വയസ്സ് അങ്ങനെ ആയിട്ടേ ഉള്ളൂ, കല്യാണം തീരുമാനിച്ചു. മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കളുണ്ട്, പക്ഷെ കാണുന്നവർ അതൊരു മോക്കുരായിട്ടേ വിചാരിക്കുള്ളൂ. 1-2 വലുതുമുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവർക്ക് അറിയില്ല ഇതെന്താ പ്രശ്നമാണ്. അപ്പോൾ അതിന് മരുന്ന് തേടിയാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ മുഴുവൻ എക്സാമിൻ ചെയ്തു. അപ്പോൾ ദേഹത്ത് ഇതേപോലെ ബ്ലാക്ക് പാടുകളൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ പുറത്തൊക്കെ ഒന്നും കൂടി വലിയ മുഴകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് അസുഖം എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് പലപ്പോഴും അവർക്ക് ഇതെങ്ങനെയെങ്കിലും കളയണം, അതാണ് വേണ്ടത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞു കഴിഞ്ഞാലും പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഈ കോസ്മെറ്റിക്കലി, അതായത് ആളുകൾ കാണുന്ന ഭാഗത്തുള്ളത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിലേറ്റവും സങ്കടകരമായൊരു കാര്യം, എനിക്കത് പറയാതെ പറ്റൂല, ഇതൊരു ജനറ്റിക് ഡിസീസാണ്, മുഴുവൻ മാറ്റാൻ പറ്റൂല എന്നുള്ള കാര്യം ഇപ്പം ഡോക്ടർ നിലയിൽ പലപ്പോഴും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞ സമയത്ത് ആക്ച്വലി ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ആ കുട്ടി എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു എന്നുള്ളതാണ് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം. പിന്നെ എനിവേ ഞാനത് എടുത്തു കൊടുത്തു. കാരണം മുമ്പും കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, അവരൊക്കെ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു, എടുക്കാണ്ട് വിട്ടു. പക്ഷെ എൻ്റെ മുന്നിൽ കരഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. മുഖത്തുള്ളതെല്ലാം നമ്മൾ 1-2 റിമൂവ് ചെയ്ത് കൊടുത്തു. പിന്നെ ദേഹത്തുള്ള വലുതും നമുക്ക് റിമൂവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ വരുന്ന സമയത്തൊന്നും നമ്മളൊന്ന് ഏർലി ഡിറ്റക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി അതെന്തുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. അവരെങ്ങനെ പുറത്തൊക്കെ ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ എന്തോ ഒരു ഭീകര ജീവനെ പോലെ നോക്കാണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട്, അതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവരൊരു സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി.